കേരള സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള വലിയ പരിശ്രമങ്ങൾ ബിജെപി സർക്കാരിനോട് കേന്ദ്ര ഏജൻസികളെയും ഉപയോഗപ്പെടുത്തി കേരളത്തിലുടനീളം പ്രചരണം സംഘടിപ്പിച്ചു. രാജ്യത്താകമാനം പ്രതിപക്ഷത്തിനെതിരെയുള്ള ബിജെപി സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇന്ത്യയിലാകെ കക്ഷികളെല്ലാം, കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും പൊതുവിൽ നടത്തിയത്. എന്നാൽ കേരള സർക്കാരിനെതിരെയുള്ള ഈ നീക്കത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതും വസ്തുതയാണ്. സംസ്ഥാന സർക്കാരിന് അർഹതപ്പെട്ട വിഭവങ്ങൾ ലഭിക്കാത്തതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ബിജെപി ഗവൺമെന്റ് നമുക്കെല്ലാം അറിയുന്നതുപോലെ ഒരു ഉപരോധം പോലെ കേരളത്തിലെ ഗവൺമെന്റിനെതിരായി സാമ്പത്തിക തലത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്നതിന് ബിജെപി സ്വാഭാവികമായിട്ടും തയ്യാറില്ല, പക്ഷേ യുഡിഎഫും തയ്യാറില്ല എന്നുള്ളത് സത്യമാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാനുള്ള കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാതിരുന്നത് എൽഡിഎഫിനെ തകർക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ബിജെപിയോടൊപ്പം കൈകോർക്കാൻ കേരളത്തിലെ കോൺഗ്രസ് സന്നദ്ധമാണ് എന്നതിന്റെ തെളിവാണ്. ഗവർണറെ ഉപയോഗപ്പെടുത്തി സർവകലാശാലകളെ തകർക്കുന്ന നയം ബിജെപി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാ മാനദണ്ഡങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടാണ് സെനറ്റിൽ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും നേതാക്കളെ നോമിനേറ്റ് ചെയ്യുന്നത്. സർവകലാശാലകൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് വൈസ് ചാൻസലർമാരെ നിശ്ചയിക്കുന്നതും കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ആളുകളെയാണ്, ഒരു തരത്തിലുള്ള മെറിറ്റും നോക്കാതെ. ആർഎസ്എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്നു എന്ന് പറഞ്ഞത് കെപിസിസി പ്രസിഡന്റ് തന്നെയാണ്. അപ്പോ എല്ലാ അർത്ഥത്തിലും നമുക്കറിയുന്നതുപോലെ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ കോൺഗ്രസിനോ അവരുമായി ചേരുന്നതിൽ ബിജെപിക്കോ യാതൊരു മാനസിക പ്രയാസവുമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. സിപിഐഎമ്മിന്റെ 218 സഖാക്കളെ രക്തസാക്ഷികളാകേണ്ടി വന്ന രക്തസാക്ഷികൾ യഥാർത്ഥത്തിൽ ആർഎസ്എസിന്റെ ബിജെപിയുടെ കടന്നാക്രമത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലെ ബിജെപിയുമായി ചേർന്ന് സിപിഐഎം പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രചാരവേലയാണ് യഥാർത്ഥത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കെജ്രിവാളിനെ ജാമ്യം അനുവദിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, പ്രതികളുടെ മൊഴി അടിസ്ഥാനമാക്കി മറ്റുള്ളവരെ കേസിൽ ഉൾപ്പെടുത്തിയതിന്റെ പോരായ്മയെ സംബന്ധിച്ചായിരുന്നു. സ്വർണം വെട്ടിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്ത ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്കെതിരായി അൻവാർ സംസാരിച്ചത് ഇത്തരത്തിലുള്ള പ്രതികളെ മുൻനിർത്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മാധ്യമങ്ങളിൽ അവരെ കൊണ്ടുവന്നിട്ട് തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉപജാപക സംഘത്തിന്റെ കൈകളിൽ പെട്ടു എന്ന്, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്നും അൻവർ ഇപ്പോൾ അവസാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻവർ എല്ലാ സന്ദർഭത്തിലും മുഖ്യമന്ത്രിക്ക് അനുകൂലമാണ് ഞാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും മുഖ്യമന്ത്രിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോയത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ഇതിന് ശേഷവും ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള പരസ്യമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും പറഞ്ഞിരുന്ന അൻവർ ഇപ്പോൾ വളരെ വേഗം മാറുകയാണ്. എന്നിട്ട് ഉപജാപക സംഘത്തിന്റെ കയ്യിൽ പെട്ടിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാവി സംബന്ധിച്ച് പ്രവചിച്ച വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മലയാള മനോരമയുടെ മാപ്പിള. അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കുകയായിരിക്കും ഇതിനേക്കാൾ ഭേദം എന്നാണ്. എന്നിട്ട് എത്രയോ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. എ കെ ആന്റണി പറഞ്ഞത് അന്ന് 100 വർഷത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്നായിരുന്നു. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഒരുപാട് പ്രാവശ്യം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണയുള്ള കാഴ്ച ഒരു ടേം UDF, ഒരു ടേം LDF, വീണ്ടും LDF, UDF അങ്ങനെയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി
തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 92 സീറ്റുകളായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ 99 സീറ്റ് നേടിക്കൊണ്ടാണ് ജനങ്ങളുടെ വിധിയെഴുത്ത് ഉണ്ടായത്. അന്ന് ഈ പാർട്ടിക്കെതിരായിട്ട് സ്വർണ്ണക്കടത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര ഏജൻസികളുടെ 5-8ഓളം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ശൃംഖലയാളാകെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 123 സീറ്റിൽ ഭൂരിപക്ഷമുണ്ട് അസംബ്ലിയിൽ എന്ന കാഴ്ചപ്പാടോടുകൂടി അടുത്ത മുഖ്യമന്ത്രി ആരാവണം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ സ്റ്റാഫ് ആരായിരിക്കണം എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്ന ഘട്ടമാണ്. അപ്പോഴാണ് ജനങ്ങൾ ഈ പ്രചരണ കോലാഹലങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് 99 സീറ്റ് നൽകി പിണറായി വിജയൻ സർക്കാരിനെ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി തുടർച്ചയായി ഭരണം ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. ആ ഗവൺമെന്റിനെതിരായി ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ട് അവർ തീരുമാനിച്ചത് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഇനി കേരളത്തിൽ അനുവദിക്കില്ല എന്നതാണ്. UDFന്റെ പ്രഖ്യാപിത നയം അതായിരുന്നു. അവ സംഘടനാപരമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. രണ്ടാം പിണറായി ഗവൺമെന്റിന് പിന്തുണ നൽകുന്ന ഏതെങ്കിലും സാഹചര്യം വന്നാൽ പിന്നെ മൂന്നാമത്തെ ടേമിനെ സംബന്ധിച്ചല്ലാണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതില്ല എന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഒരു വികസന പ്രവർത്തനത്തെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന പരസ്യമായ നിലപാട് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അപ്പോ ഇപ്പോഴും വയനാട് സംഭവം, ദുരന്തം, ചൂരൽമലയിലുണ്ടായിട്ട് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് നടന്ന രക്ഷാപ്രവർത്തനങ്ങൾ, അതെല്ലാം വന്നപ്പോൾ അതിനെ എങ്ങനെയാണ് മറക്കേണ്ടത് എന്നുള്ള കാര്യവും കൂടി ചേർത്തുകൊണ്ട് എല്ലാം നെഗറ്റീവാക്കാനുള്ള ശ്രമമാണ് അവിടെ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമ ശൃംഖലകളിൽ മഹാഭൂരിപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ വയനാടിന്റെ പ്രശ്നത്തിൽ അവർക്ക് ആനുകൂല്യം നൽകാതിരിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. പിന്നെ ഇവിടെ നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് അയാളെ വളരെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് അൻവർ ഇട്ടത് ഇതിന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവസരവാദപരമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ മത്സരിക്കുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്യുന്നത്. ആ മുഹമ്മദ് റിയാസിനെതിരായും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരായും പിണറായി കുടുംബമാണെന്ന പേര് പറഞ്ഞുകൊണ്ട് അതിശക്തിയായിട്ട് എതിർക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗം എന്ന് പറയുന്നത് ഞങ്ങളെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. പുതിയ മാധ്യമ പ്രവർത്തകർക്ക് ചിലപ്പോൾ അത്രത്തോളം മനസ്സിലാകുമെന്ന് പറയാൻ സാധിക്കില്ല. കേരളത്തിൽ ഭരണത്തിൽ വരുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആർക്കെതിരായിട്ടാണ് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ നടക്കാതിരുന്നത്? EMS മുതൽ. ലോകചരിത്രത്തിലാദ്യമായിട്ട് ഒരു ഗവൺമെന്റ് പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വന്ന സ്ഥലമാണ് കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ. ആ EMSനെതിരായിട്ട് പറയാൻ അന്നൊന്നും ഒരു ഉപലഭ്യവും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്കെതിരായിട്ട് ഇതേപോലെ തന്നെയുള്ള പ്രചരണമാണ് നടത്തിയത്. 67 ഗവൺമെന്റ് വന്നപ്പോഴും 57 ഗവൺമെന്റ് കഴിഞ്ഞ് പിന്നീടാണല്ലോ 67 ഗവൺമെന്റ് വരുന്നത്. 67 ഗവൺമെന്റ് വന്നപ്പോൾ EMSനെതിരായിട്ട് എത്ര കടുത്ത ആക്രമണമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയത്. അന്നും അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറി CH വേണാരനായിരുന്നു. CH വേണാരനെ എന്തെങ്കിലും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടോ? എന്തെല്ലാം അസഭ്യങ്ങളാണ് പറഞ്ഞുള്ളത്. അതിനുശേഷം നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് നായനാർ വന്നു. നായനാർ വന്നപ്പോൾ നായനാർക്കെതിരായിട്ട്, അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട്, അന്ന് പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്നു, പിണറായിക്കെതിരായിട്ട്, VS വന്നപ്പോൾ VSനെതിരായിട്ട്, അന്നത്തെ പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട്, ഇങ്ങനെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി നേതൃത്വത്തിനും പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കൾക്കുമെതിരായി നിരവധിയായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഊർജ്ജ പാർട്ടികളും അതുപോലെ തന്നെ പ്രസ് മാത്രമല്ല ഇപ്പോഴും മാധ്യമങ്ങളാകെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. AKGക്കെതിരായിട്ട് AKGയെ പറ്റി പറഞ്ഞത് AKG രോഗമായി കിടക്കുമ്പോൾ എന്തേ ഗോപാല കാലം വന്ന് വിളിച്ചിട്ടും എന്തേ ഗോപാല പോവാതെ എന്നായിരുന്നില്ലേ മുദ്രാവാക്യം. AKGയെക്കാളും വലിയ ജനകീയ നേതാവ് കേരളത്തിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കുറെ ആരുണ്ടായിരുന്നില്ല ഇന്നേ വരെ. ആ AKGയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്.
കോടിയേരി ജീവിച്ചിരിക്കുമ്പോഴും കോടിയേരിക്കെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള വിമർശനങ്ങളും അതിശക്തിയായിട്ടുള്ള കടന്നാക്രമണവുമാണ് കേരളത്തിൽ നടത്തിയത്. ഇപ്പോഴ് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ഉണ്ടാകുക. എന്നെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ ചങ്ങലക്കെട്ടുകൾക്കിടയിലാണ് എന്നാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല.